നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ തരംഗമായി മാറിയിരിക്കുകയാണ് ഫഹദ് ഫാസിൽ നായകനായ ആവേശം സിനിമ. കുട്ടികൾ മുതൽ അതുപോലെ മുതിർന്നവരും എല്ലാവരും ആവേശം റീൽസ് ഇടുന്ന തിരക്കിലാണ്. സോഷ്യൽ മീഡിയ തുറന്നാലെല്ലാം ഇപ്പോൾ ആവേശത്തിലെ സിനിമയിലെ രംഗങ്ങളാണ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൽ ബംഗളൂരു അധോലോകം ഭരിക്കുന്ന ഗുണ്ടയുടെ വേഷത്തിലാണ് ഫഹദ് എത്തുന്നത്. ഫഹദിന്റെ വേറിട്ടൊരു കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിറഞ്ഞ കൈയോടുകൂടിയിട്ടാണ് ആ സിനിമയെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ രംഗണ്ണൻ ഗുണ്ടകൾക്കിടയിലും സൂപ്പർ ഹിറ്റാണ്. ഇപ്പോൾ ഗുണ്ടകൾ പാർട്ടി നടത്തുന്നത് ആവേശം കാലത്തിന്റെ അകമ്പടിയോടെയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 4 കൊലപാതക കേസുകളിൽ പ്രതിയായ ഗുണ്ടാ തലവൻ ജയിലിൽ നിന്നിറങ്ങിയതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കാൻ നടത്തിയ പാർട്ടിയിൽ പങ്കെടുത്തതോ കൊടും ക്രിമിനലുകൾ അടക്കം 60ഓളം പേരാണെന്ന വാർത്തയും പുറത്തുവരുന്നു. ഗുണ്ടകളുടെ സംഗമമായി മാറിയ പാർട്ടിയുടെ ദൃശ്യങ്ങൾ ആവേശ സിനിമയിലെ എടാ മോനെ എന്ന ഹിറ്റ് ഡയലോഗിന്റെ അകമ്പടിയോടെ റീലുകളാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് വീരാരാധന പങ്കുവെക്കുന്നത് ഇപ്പോൾ വ്യാപകമാവുകയാണ്. പാർട്ടിയിലേക്ക് മദ്യകുപ്പികൾ കൊണ്ടുപോകുന്നതടക്കം റീലുകളായിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ അവണൂർ, വരടിയം, കുറ്റൂർ, കൊട്ടേക്കാട് മേഖലകളിൽ സമീപകാലത്ത് ഭീതി സൃഷ്ടിച്ച പല ഗുണ്ട ആക്രമണ കേസുകളിലും പങ്കെടുത്ത സംഘത്തിലെ പ്രധാന നേതാവിനെ അടുത്തിടെ കൊലപാതക കേസിൽ കോടതി വിട്ടയച്ചിരുന്നു. തിരികെ എത്തിയ നേതാവ് തന്റെ സുഹൃത്തുക്കൾക്കും കൂട്ടാളികൾക്കും വേണ്ടിയാണ് ലഹരി പാർട്ടി സംഘടിപ്പിച്ചത്. ആഡംബര കാറിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ച അടിപൊളി വേഷത്തിൽ നേതാവ് വന്നിറങ്ങുന്നതും അനുചരന്മാർ ഓടിയെത്തി ആരാധന പ്രകടിപ്പിക്കുന്നതും ഒക്കെ റീലിൽ കാണാം. ഒരു പോലീസ് ജീപ്പിനരികിൽ നേതാവ് നിൽക്കുന്ന ദൃശ്യവും റീലിലുണ്ട്. കോൾ മേഖലയിലെ ഒരു പാടത്തിനരികിലായിരുന്നു ഈ ഒരു ആഘോഷം നടന്നത്. 2 കേസുകളിലായി മദ്യക്കുപ്പികൾ ചുമലിൽ വെച്ച് കൊണ്ടുപോകുന്നതും ദൃശ്യത്തിൽ കാണാം. പാർട്ടിയിൽ പങ്കെടുത്ത മുഴുവൻ പേരും ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ദൃശ്യം സഹിതമാണ് റീൽ അവസാനിക്കുന്നത്. ജില്ലയിലെ ഒട്ടുമിക്ക ക്രിമിനൽ സംഘങ്ങൾക്കിടയിലും ദൃശ്യം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ജില്ലയിലെ കൊട്ടേഷൻ ഗുണ്ട ആക്രമണങ്ങൾ വ്യാപകമായിരുന്നുവെങ്കിലും ഇടക്കാലത്ത് നിലച്ചിരുന്നു. സമീപകാലത്തായി വീണ്ടും ഗുണ്ടാ സംഘങ്ങൾ വ്യാപകമായിട്ടുണ്ട്. ഏറ്റവും അവസാനമായി കരമനയിലടക്കം കൊലപാതക കേസിലെ പ്രതികളായ ഗുണ്ടകൾ തന്നെയാണ് പട്ടാപ്പകൽ മറ്റൊരു യുവാവിനെ നടു റോഡിലിട്ട് തല്ലിക്കൊന്നത്. അതിന്റെ നടുക്കം പോലും മാറിയിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങൾക്കിടയിലുള്ള റീൽസ് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇത്തരത്തിലുള്ള പ്രതികൾക്കെല്ലാം തന്നെ ഒന്നെങ്കിൽ 20 വയസ്സിൽ താഴെ അല്ലെങ്കിൽ 30 വയസ്സിൽ താഴെയൊക്കെയാണ് പ്രായം. ഈ പ്രായത്തിലുള്ളവർ മുന്നും പിന്നും നോക്കാതെ ഏത് ക്രൂരകൃത്യത്തിനും എടുത്തു ചാടാം. ഇവരെ നിയന്ത്രിക്കുന്ന ഗുണ്ടാ തലവന്മാർക്കെതിരെയാണ് അന്വേഷണം നീളേണ്ടത്. അടിപിടി, വധശ്രമം തുടങ്ങിയ കേസുകളിലെ പ്രതികളാണിവർ. ഇവരെ നിരീക്ഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതാണ്. തലസ്ഥാനത്തെയും പ്രാന്തപ്രദേശങ്ങളെയും ഒഴിഞ്ഞ പുരയിടങ്ങളാണ് പലപ്പോഴും ഗുണ്ടാ സംഘങ്ങൾ ഒത്തുചേരലിനും ഗൂഢാലോചനയ്ക്കും ആയുധം ഒളിപ്പിച്ചു വെക്കുന്നതിനും മറ്റും ഉപയോഗിക്കുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ പോലീസ് അടിക്കടി പട്രോളിംഗ് നടത്തിയാൽ തന്നെ ഇവരുടെ കൂടിച്ചേരലുകൾ നിലയ്ക്കും. എന്നാൽ ഒരു അക്രമ സംഭവം ഉണ്ടാകുമ്പോൾ ഉണരുന്ന പോലീസ് തുടർന്ന് അതേ രീതിയിൽ പരിശോധനയും മറ്റും തുടരാതെ പിൻവലിയും. ഇത് മനസ്സിലാക്കി തുടക്കത്തിൽ മുങ്ങുന്ന ഗുണ്ടകൾ പിന്നീട് തല പൊക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ തല പൊക്കിക്കൊണ്ട് ജനങ്ങളെയും പോലീസിനെയും തന്നെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന പതിവാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ചില പ്രധാനപ്പെട്ട ഗുണ്ടാ നേതാക്കളെ പോലീസ് പൂട്ടുമ്പോൾ പുതിയ സംഘങ്ങൾ രൂപപ്പെട്ടു വരുന്നതും തടയാനായിട്ടില്ല.